പീഡനക്കേസിൽ നടൻ സിദ്ദിഖിനെതിരെ കുറ്റപത്രം. പീഡനം നടന്നതിന് കൃത്യമായ തെളിവുകളുണ്ടെന്ന് കുറ്റപത്രത്തിൽ. സിദ്ദിഖിനെതിരായ സാക്ഷിമൊഴികളടക്കം കുറ്റപത്രത്തിലുണ്ട്. ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. പീഡനം നടന്നതിന് തെളിവുണ്ട് എന്നാണ് കുറ്റപത്രം പറയുന്നത്. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു സിദ്ദിഖ് അവസാന നിമിഷം വരെയും. ഈ മസ്കറ്റ് ഹോട്ടലിൽ പീഡനം നടന്നതിന്റെ തെളിവുകൾ ഇത്രയും വർഷത്തിന് ശേഷം പോലീസിന് സമാഹരിക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസമാണോ പൊളിയുന്നത്? ടി വി പ്രസാദ്. അരുൺ, അതുതന്നെയാണ്. കാരണം പോലീസ് ശക്തമായ അന്വേഷണമാണ് ഇതിൽ നടത്തിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആദ്യം സംഭവിച്ച ഒരു കേസാണ്. വലിയ വിവാദമായിരുന്നു, ചർച്ചയായിരുന്നു. ആദ്യഘട്ടത്തിൽ സിദ്ദിഖ് അന്വേഷണത്തോട് തീരെ സഹകരിച്ചിരുന്നില്ല, വളരെ നാൾ ഒളിവിലായിരുന്നു. പിന്നീട് മുൻകൂർ ജാമ്യം കിട്ടിയതിന് ശേഷമാണ് പൊങ്ങിയതും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തത്. അരുൺ പറഞ്ഞതുപോലെ 2016 സംഭവം. അതായത് ഫേസ്ബുക്ക് വഴിയാണ് ഈ യുവതിയെ പരിചയപ്പെട്ടത് എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു, സിനിമയിൽ അവസരം നൽകാം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ 2016 എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ സാഹചര്യ തെളിവുകളും മറ്റ് അനുബന്ധ രേഖകളും അന്ന് ആ സമയത്ത് പോലീസ് കണ്ടെടുത്തിരുന്നു. ആ സമയത്ത് ഒരേ ദിവസം യുവതി പറഞ്ഞ ദിവസം സിദ്ദിഖും അതുപോലെ യുവതിയും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് മാത്രമല്ല, അവിടെ സന്ദർശന ഡയറി ഉൾപ്പെടെ അന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു. ഇവർ രണ്ടുപേരും ആ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ മറ്റെല്ലാ സാഹചര്യ തെളിവുകളും അന്ന് തന്നെ പോലീസ് സംഘടിപ്പിക്കുകയും ചെയ്തു. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു പോലീസ് സംഘം അന്നും ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കോടതി ഈ കുറ്റപത്രത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും സിനിമാ മേഖലയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന നിലയിലാണ് ആ സമയത്ത് അത് വലിയ വിവാദമായതും സിദ്ദിഖിനെതിരായ വലിയ തോതിലുള്ള തെളിവുകൾ സംഘടിപ്പിക്കുന്നതിലേക്ക് പോലീസ് വരികയും ചെയ്തത്. പരാതിക്കാരിയും അതിശക്തമായി പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇപ്പോഴും ആ പരാതിക്കാരി പോലീസിന് അന്നത്തെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയുമാണ്. അരുൺ, ഓക്കെ, ചാറ്റിന്റെ അടക്കം തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നടനെതിരെ സാക്ഷിമൊഴികളുണ്ട് എന്നുള്ളതും പ്രോസിക്യൂഷൻ ആത്മവിശ്വാസം പകരുന്നു. കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ